യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഇന്റേൺഷിപ്പ് വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്റേൺഷിപ്പ് വാക്കൻസി എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്റേൺഷിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ വാക്കൻസി വരുന്ന സമയത്ത് പേയ്മെന്റ് ചോദിക്കുന്ന കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പേയ്മെന്റ് ഇല്ലാത്ത ജോബ് നൽകുന്ന ഇന്റേൺഷിപ്പ് ബേസ്ഡ് ജോബ് നൽകുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ പ്രീവിയസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 11 വാക്കൻസിയാണ് നമുക്ക് ഇന്ന് വരുന്നത് കേട്ടോ. ഇന്റേൺഷിപ്പിൽ ഇപ്പോൾ ഒരു 11 വാക്കൻസിയാണ് വരുന്നത്. അത് ഞാൻ ഇൻഡീഡിൻ്റെ അകത്തു നിന്നാണ്, ഇൻഡീഡ് ആപ്പ് ത്രൂ വഴിയുള്ള കുറച്ച് വാക്കൻസീസ് ആണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇൻഡീഡ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കമൻസിലൂടെ, അതായത് നിങ്ങൾക്ക് ഏതാണ് വാക്കൻസിയാണോ വേണ്ടത് അത് കമൻസിലൂടെ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ലിങ്കാണ് വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക സമയത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ജോബ് വാക്കൻസിയുടെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കമൻസിലൂടെ റിപ്ലൈ ആയിട്ട് ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്ത്യയുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു വാക്കൻസി പറഞ്ഞത് ഇന്റേൺഷിപ്പ് വാക്കൻസിയാണ്. 11 വാക്കൻസീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് വാക്കൻസീസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഞാൻ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്ന, അതായത് അക്കൗണ്ട്സ് ഫിനാൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കമൻസിലൂടെ വന്ന ആ ഒരു ബേസിൽ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വാക്കൻസിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഡീഡ് ആപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇൻഡീഡ് വഴിയാണ് നമുക്ക് എന്താ പറയുക ജോബ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു ലിങ്ക് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ ആ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, ഇൻഡീഡ് ആപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു വാക്കൻസി എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആൻഡ് മെറ്റ ആഡ്സ് ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഇന്റേൺഷിപ്പ് വാക്കൻസി വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യം ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യുക ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ ഒരു വാക്കൻസി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് മീഡിയ ഇന്റേണിന്റെ വാക്കൻസി ആണ് കേട്ടോ. അത് പനമ്പള്ളി നഗർ കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഫീമെയിൽസിനെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. അതായത് ക്രിയേറ്റീവ് മീഡിയ ഇന്റേൺ ഫീമെയിൽസിനെയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസിയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതായത് ക്രിയേറ്റീവ് മീഡിയ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഒന്നും കൂടി കമൻറ്റ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാക്കൻസി വേണമെന്നുണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്താലാണ് തരിക. കാരണം ഒരുപാട്, അതായത് ഒരു കമൻസിൽ നമ്മൾ 3-4 വാക്കൻസി ഒക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ ട്രെയിനി ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വാക്കൻസിയാണ് വരുന്നത്. കാലടി കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിനി ഒക്കെ ആയിട്ട്, അതായത് ഇന്ന് പറഞ്ഞ വാക്കൻസിയിൽ ഫ്രഷേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാക്കൻസിയാണ്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, അതായത് എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രഷേഴ്സിനാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വാക്കൻസിലോട്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് ബിസിനസ് ഡെവലപ്മെന്റ് വാക്കൻസി എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അതായത് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വാക്കൻസി അങ്ങനെയുണ്ട് കേട്ടോ. അതായത് കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഓക്കെ, പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ ഇന്റേണിന്റെ ഒരു വാക്കൻസിയാണ് വരുന്നത്. ഈ ഒരു വാക്കൻസി വരുന്നതും നമ്മുടെ കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക പോസ്റ്റിലോട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റേണിന്റെ ഒരു വാക്കൻസിയാണ് വരുന്നത്. അത് കൊച്ചിയിലാണ് വാക്കൻസി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഒരു വാക്കൻസി വരുന്നുണ്ട്. ചാലക്കുടിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനും അക്കൗണ്ട്സിൽ വരുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എന്താ പറയുക കുറേ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, അതായത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ മുന്നേ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വീണ്ടും ഈ ഒരു അക്കൗണ്ട്സിൽ ഇട്ടപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് അക്കൗണ്ട്സിൻ്റെ വാക്കൻസി നോക്കിയിട്ട് എന്താ പറയുക, അതായത് CA ക്വാളിഫൈഡ് ആയ ആൾക്കാരും CMA ക്വാളിഫൈഡ് ആയ ആൾക്കാരും BBA BCom MBA മാർക്കറ്റിംഗ് എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഫ്രഷറിൻ്റെ വാക്കൻസീസ് നോക്കുന്നുണ്ട്. കാരണം കുറേ ഫ്രഷേഴ്സിൻ്റെ എന്താ പറയുക കമൻറ്റ്സ് കാണാനുണ്ട്. അക്കൗണ്ട്സിൽ ഫ്രഷേഴ്സിൻ്റെ വാക്കൻസീസ് വരുന്നുണ്ടോ ചോദിച്ചിട്ട് കേട്ടോ.
അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെയ്യാത്തത് എന്താ പറയുക, വാക്കൻസീസ് ഒന്നും കാണാനില്ല. അതായത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അക്കൗണ്ട്സിലെ ഫ്രഷേഴ്സിന് എടുക്കൽ കുറവാണ്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ വർക്കിംഗ് ഡ്രൈവ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ, അതായത് വർക്കിംഗ് ഇൻ്റർവ്യൂവിലൊക്കെയാണ് പിന്നെ അവരെ എടുക്കുക. അപ്പോൾ വല്ല അലേർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യൂട്ടെ, കുറേ പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക വാക്കൻസി പറഞ്ഞത് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിൻ്റെ വാക്കൻസിയാണ് വരുന്നത്. ചാലക്കുടിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. പിന്നെ വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പാണ് കേട്ടോ വരുന്നത്. ബിസിനസ് ഡെവലപ്മെൻറ്റും ഇതേപോലെ ചോദിക്കാറുള്ള ഒരു വാക്കൻസി തന്നെയാണ് കേട്ടോ. പിന്നെ ജൂനിയർ HR എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി. ഈ ഒരു വാക്കൻസി അതായത് HR വാക്കൻസി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ മാക്സിമം ഞാനും വാക്കൻസീസ് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു HR വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് വേർഡ്പ്രസ് ഇന്റേൺഷിപ്പ്. ട്രിവാൻഡ്രത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, അതായത് ജൂനിയർ QA ട്രെയിനി ഒരു വാക്കൻസിയാണ് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന എന്താ ജസ്റ്റ് ഞാൻ ഹെഡ്ലൈൻ മാത്രമാണ് വായിച്ചു പോകുന്നുള്ളൂ കേട്ടോ. അതായത് കുറേ ടൈം എടുക്കേണ്ട വിചാരിച്ചിട്ട് ഈ ഹെഡ്ലൈൻസ് മാത്രമാണ് വായിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതിലെല്ലാ A to Z ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. കമ്പനി, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് വേണമെങ്കിൽ എക്സ്പീരിയൻസ്, സാലറി, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എത്ര ഡ്യൂറേഷനാണ്, അങ്ങനെ എല്ലാ എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ലിങ്കിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നേരെ ആപ്പിൽ കയറിയിട്ട് ജോബ് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം, വാക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതായത് ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾ കയറി നോക്കുക. ചില ആൾക്കാർക്ക് തന്നെ കയറുമ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോ കുറച്ചായി ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ചെയ്തു. എന്താ പറയുക ചെയ്യണമെന്നുണ്ടായിരുന്നു, ടൈമൊന്നും കിട്ടണില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക കുറച്ച് നേരം ഇതിൻ്റെ മേലെ ഇരിക്കണം. അതായത് കുറച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കി ഫേക്ക് ആണോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ടൊക്കെ. പിന്നെ നിങ്ങൾ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അതായത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ വഴിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് കൊടുക്കരുത്. കാരണം ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ഞാൻ ജോബിന് ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ ജോബിന് ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ക്യാഷിൻ്റെ കാര്യം, അതുപോലെ തന്നെ എനിക്ക് ക്യാഷ് കൊടുത്താൽ ജോബ് കിട്ടുമോ എന്നതൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും പേയ്മെൻ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 6 മാസത്തെ 7 മാസത്തെ സർട്ടിഫിക്കേഷൻ തരാം, അപ്പോൾ നിങ്ങളൊരു 10,000 രൂപ തരും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, കാരണം ഫേക്ക് ആണല്ലോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ റിസ്കിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസി വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.